മുംബൈ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് മികച്ച നിലയിൽ. രണ്ടാം ദിനം 2 വിക്കറ്റ് നഷ്ടത്തിൽ 267 റൺസുമായി ബാറ്റിംഗ് ആരംഭിച്ച വിൻഡീസ് 312 റൺസ് എടുത്തു. ആഡ്രിയൻ ബറത്തും ബ്രാവോയും ഉൾപ്പെടെ ആദ്യ 4 ബാറ്റ്സ്മാൻമാരും അർദ്ധ സെഞ്ചുറി നേടി. 2 വിക്കറ്റ് നേടിയ അശ്വിൻ മാത്രമാണ് ഇന്ത്യൻ ബൌളർമാരിൽ തിളങ്ങിയത്. നാട്ടുകാര്യം. അങ്കമാലി ടൗണിലും നഗരസഭാ പ്രദേശങ്ങളിലും 10 ദിവസത്തോളമായി മാലിന്യ നീക്കം തടസ്സപ്പെട്ടു. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് നാട്ടുകാർ. മാലിന്യം നീക്കാത്തതിൽ നഗരവാസികളും നൂറുകണക്കിന് യാത്രക്കാരുമാണ് ദുർഗന്ധത്താൽ വലയുന്നത്. അമ്മാവനെ കൊലപ്പെടുത്തി സ്വർണം കവർച്ച ചെയ്ത കേസിൽ സഹോദരിപുത്രനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട തുമ്പൂർ പറവൂക്കാരൻ കൊച്ചുപോളിനെയാണ് കഴിഞ്ഞ ബുധനാഴ്ച സഹോദരിപുത്രൻ തോമസ് കൊലപ്പെടുത്തിയത്. അങ്കമാലിയിലെ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും കവർച്ച ചെയ്ത ആഭരണങ്ങൾ കണ്ടെത്തി. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അനിയസ് ദാസ് പ്രിയദർശിനി ഇന്ദിരാഗാന്ധി പുരസ്കാരത്തിന് അർഹനായി. മൃഗസംരക്ഷണ മേഖലയിൽ കഴിഞ്ഞ 8 വർഷങ്ങളായി നൽകിയ സംഭാവനയ്ക്കാണ് പുരസ്കാരം. ബാംഗ്ലൂരിൽ നടന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി MV രാജശേഖരൻ പുരസ്കാരം സമ്മാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മുല്ലപ്പെരിയാർ പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലെന്ന സർവകക്ഷി യോഗം. സെസ്സിലെ ശാസ്ത്രജ്ഞരും പങ്കെടുക്കും. UDF ഉപസമിതി യോഗം അല്പസമയത്തിനകം. VM സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മദ്യനയത്തിനെതിരെ ഉന്നയിച്ച പരാതികൾ ചർച്ചയ്ക്ക്. ഹിന്ദി പ്രചാര സഭയുടെ കൊച്ചി ഓഫീസിൽ അഴിമതിയും ക്രമക്കേടും കണ്ടെത്തി. ഭരണകക്ഷി MLAയുടെ സഹോദരന് പങ്ക്. ഭരണസമിതിക്കെതിരെ കേസെടുക്കും. ഐസ്ക്രീം കേസിൽ VSന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തണമെന്ന ആവശ്യം. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് ഗോവയിൽ തിരിതെളിയും. 65 രാജ്യങ്ങളിൽ നിന്നായി 300ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.